അരാഷ്ട്രീയവുമായ വ്യാജ വ്യവഹാരങ്ങളുടെ നിർമ്മിതികളിലൂടെ തന്ത്രപരമായി നുഴഞ്ഞുകയറുന്ന അവസരവാദികളെ പ്രതിരോധിക്കുവാനും ജാഗ്രതയോടെ നിലകൊള്ളുവാനും പഠിച്ച മനുഷ്യന് കാലാന്തരങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ട മനുഷ്യത്വത്തെ തിരികെ കിട്ടിയിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മൾ അനുദിന ജീവിതത്തിൽ പാലിക്കേണ്ട ചില സംരക്ഷണ തത്വങ്ങളിലേക്കല്ലേ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഓരോ ദുരന്തങ്ങളും ഓരോ പാഠമാണ്. പക്ഷേ നമുക്കതിനെ അതിജീവിച്ചേ തീരൂ. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അതിജീവനം, നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടം. രംഗം 1. ഇന്നലെ വരെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു. ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ടല്ലേ എല്ലാം നമ്മുടെ വിധിയല്ലേ. വിധിയോ? ഈ വിധിയുടെ കാരണം നമ്മൾ തന്നെയല്ലേ. വികസനം എന്ന പേരിൽ ഭൂമിയുടെ മാറി നടക്കുമ്പോൾ ഇങ്ങനെയാണ് തിരിച്ചുകൊണ്ടാണ് ആരെങ്കിലും വിളിച്ചോ? ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആർത്തിയല്ലേ എല്ലാത്തിനും കാരണം. മനുഷ്യന്മാരുടെ നാട്ടിൽ ഇപ്പൊ മനുഷ്യത്വം ഇല്ല, മൂഢത്വം മാത്രം. കരുതി വെച്ചിരുന്ന 1000 കിനാവുകൾ ഒലിഞ്ഞു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നില്ലേ? എന്റെ മാറ് കുത്തിക്കേറിയില്ലേ? എന്റെ കണ്ണീർ ചാലുകളെ മൂടിക്കെട്ടിയില്ലേ? പിച്ചി ചീന്തി വികൃതമാക്കിയില്ലേ? രംഗം 2. ദുരന്തങ്ങൾക്ക് മുൻപുള്ള ഒരു സുദിനം. എന്താണ് അമ്മയെ മക്കളും കൂടി? ഞാൻ വന്ന കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ അതോടുകൂടി നമ്മുടെ പല കുടുംബങ്ങളും രക്ഷപ്പെടും. നമ്മുടെ നാടിന്റെ സാധനം മാറും. ഒന്നും ചെയ്യേണ്ട. ഒരു
പറഞ്ഞേക്കുന്നേ. രംഗം 4 ക്യാമ്പ്. ദൈവമേ, എന്ത് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ കാഴ്ച നിർത്താം? ആ കുഞ്ഞിനെ ഇങ്ങനാലോ. ഇതുവരെ അവർക്കുണ്ടായിരുന്നതെല്ലാം മണ്ണിലടിയിലാക്കപ്പെട്ടു. ആ ഒറ്റ രാത്രി ജീവിതം മാറി മറന്ന മനുഷ്യർ, അതിൽ ചിലർ, ഒരു പറ്റം മനുഷ്യർ, അവരുടെ അതിജീവനത്തിലേക്ക് ഒരു നേർക്കാഴ്ച.
കണ്ടില്ലേ മനുഷ്യത്വം, മനുഷ്യനെ മനുഷ്യനാക്കിയ ഉൾക്കാമ്പ്. ഏതോ അന്ധകാരത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടെന്ന് കരുതിയ മാനവികത തിരിച്ചു വന്നിരിക്കുന്നു. മതാധിഷ്ഠവും രാഷ്ട്രീയ വർണ്ണ വിവേചനവും കൂടിക്കൊണ്ട് ആണ് ഈ നാട്ടിൽ മതേതരത്തിന്റെയും സമാധാനത്തിന്റെയും പെൺകൊടി പാറിക്കാൻ വേണ്ടി വന്നു ഇതുപോലൊരു തിരിച്ചടി. മനുഷ്യനും മൃഗവും ഒന്നായി ചേർന്ന് പോരാടിയ അതിജീവനം, ഒന്നായി ചേർന്ന് അതിജീവിച്ച ദുരന്ത മുഖം. രംഗം 5 ദിവസങ്ങൾക്ക് ശേഷം. ദുരന്തഭൂമിയിൽ താൽക്കാലിക ആശ്വാസം. ക്യാമ്പിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശിച്ചു. അതിനെ അതിജീവിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് നവപ്രതീക്ഷകളോടെ പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടകത്തിനിതാ തിരശ്ശീല വീഴുന്നു. നന്ദി, നമസ്കാരം.